താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഒരിക്കൽ കൂടി ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ, ഒരു ചാൻസ് കൂടെ എനിക്കവർ തന്നിരുന്നുവെങ്കിൽ, ഒരിക്കലും നടക്കില്ല എന്ന് അറിയാമായിരുന്നിട്ടും വെറുതെ മോഹിച്ചു പോകാറുണ്ട് ഇല്ലേ? ഒരിക്കൽ കൂടെ ഒരവസരം കിട്ടിയിരുന്നുവെങ്കിൽ ആ പൂർത്തീകരിക്കുവാൻ കഴിയാതെ പോയ ആ സ്വപ്നത്തെ പൂർത്തീകരിക്കാമായിരുന്നു. തുടങ്ങി, പക്ഷേ അങ്ങും ഇങ്ങും എങ്ങും എത്താതെ പോയി. ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അത് മനോഹരമായി പൂർത്തീകരിക്കുമായിരുന്നു. പ്രയോജനപ്പെടുത്തിയില്ല അവസരം കിട്ടിയപ്പോൾ. ഇന്ന് വേദനയോടെ ചിന്തിക്കുന്നുണ്ട്, ഒരവസരം കൂടെ കിട്ടിയിരുന്നു എങ്കിൽ. നല്ലവണ്ണം ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. സാഹചര്യം പലതായിരിക്കാം. നിങ്ങളുടെ കുഴപ്പമായിരിക്കാം, ചുറ്റുപാടുകളുടെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടിയതുകൊണ്ടും നിങ്ങൾക്ക് വിരോധമായി പലതും ചെയ്തതുകൊണ്ടും ചെയ്യേണ്ടതുപോലെ പലതും ചെയ്യുവാൻ കഴിയാതെ പോയി. അതുകൊണ്ട് അതിനൊന്നും റിസൾട്ട് ഉണ്ടായില്ല. ഇന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ അറിയാതെ മോഹിച്ചു പോവുകയാണ്, ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ. പക്ഷേ അവസരം കിട്ടിയാൽ തന്നെ ഇനി പറ്റുമോ? ഇല്ല. ആ സാഹചര്യം മാറിയിരിക്കുന്നു. അന്ന് നിങ്ങൾക്ക് അവസരം കിട്ടിയപ്പോഴുള്ള സാഹചര്യം മാറിയിരിക്കുന്നു. നിങ്ങൾ തന്നെ മാറിയിരിക്കുന്നു അല്ലേ സഹോദര? ആ ജോലി കിട്ടിയപ്പോഴുള്ള ആ സാഹചര്യം മാറി. ഇന്ന് നിങ്ങളെക്കാൾ ക്വാളിഫിക്കേഷനുള്ള, നിങ്ങളെക്കാൾ കഴിവുള്ള ഒത്തിരി പേർ മത്സരിക്കുവാനുണ്ട്. അവരോട് മത്സരിച്ച് നിൽക്കുവാൻ യൗവനമില്ല, അവരോട് മത്സരിച്ച് നിൽക്കുവാനുള്ള കഴിവില്ല. വെറുതെ മോഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നടക്കത്തില്ല. ഞാനിങ്ങനെ വെറുതെ ഒന്നിനും കൊള്ളാത്തവനായി മറ്റുള്ളവരുടെ പരിഹാസ വാക്കുകൾക്കും കുത്തുവാക്കുകൾക്കും മുമ്പിൽ ചിരിച്ച് ഉള്ളുകൊണ്ട് കരഞ്ഞ്, അത് വല്ലാത്തൊരവസ്ഥയല്ലേ? ഒത്തിരി അവസരങ്ങൾ കിട്ടി, അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. കിട്ടിയ അവസരങ്ങൾ പ്രയോജനപ്പെട്ടില്ല. അതൊക്കെ വല്ലാത്ത വേദനയാണ് അല്ലേ സഹോദരി? ഇന്ന് ചിന്തിക്കുന്നുണ്ട്, ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ നല്ല ഭാര്യയായി, എൻ്റെ ഭർത്താവും ഞാനും ആഗ്രഹിച്ച ആ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് കഴിയുമായിരുന്നു. കാരണം എന്താ? ഇന്ന് നിനക്കറിയാം എവിടെയാണ് നിൻ്റെ കുടുംബജീവിതത്തിലെ താളം തെറ്റിപ്പോയത്, എവിടെയാണ് നിൻ്റെ ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് നിന്നിൽ നിന്ന് വരാതിരുന്നത്, അവനത് കിട്ടാതിരുന്നത്, എവിടെയാണ് നിങ്ങൾ അകന്നുപോയത്. ഇന്നതറിയാം, ഇന്നത് ശരിപ്പെടുത്തുവാൻ കഴിയും. പക്ഷേ ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടും കാര്യമില്ല. അവൻ ഒരുപാട് അകന്നു പോയിരിക്കുന്നു. വെറുതെ മോഹിക്കുക. ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായി ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ. കരയുക സഹോദരി, നീ സഹോദര, ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് അങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. അവൾക്കൊട്ടും ഒരു സ്ത്രീക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് ഞാൻ ചെയ്യത്തില്ലായിരുന്നു. എൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഞാൻ നല്ലവണ്ണം നിറവേറ്റുമായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുമായിരുന്നു. ഒരവസരം കൂടെ കിട്ടി. അയ്യോ, കിട്ടത്തില്ല, ഇനി അവൾ അവസരം തരത്തില്ല. അയ്യോ, ശ്രമിച്ചിട്ട് കാര്യമില്ല. വെറുതെ കൊതിച്ച് സങ്കടം മാത്രം അല്ലേ മാതാവേ, പിതാവേ? അപ്പോൾ ചിന്തിക്കുന്നുണ്ട് വേദനയോടെ, എൻ്റെ മക്കൾക്ക് ഒരു അവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പോൾ എൻ്റെ മക്കൾ പഴയ പോലെയല്ല, അവർ മാറി. പക്ഷേ അവർ മാറി, സാഹചര്യവും മാറി. അവർ പരീക്ഷ എഴുതിയ സാഹചര്യം മാറി, അവർ പഠിച്ച സാഹചര്യം മാറി. ഇന്ന് ഒന്നും ആകുവാൻ പറ്റാതെ വേദനയോടെ അവർ ആയിരിക്കുന്നു. അവരുടെ മുഖങ്ങളിൽ, അവരുടെ കണ്ണുകളിൽ ആ കുറ്റബോധം നിനക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. അവർ ചെയ്യേണ്ടത് അവർ ചെയ്തില്ല, അതിൻ്റെ കുറ്റബോധവും പേറി സ്വയം ശപിച്ചും ലോകത്തോട് മുഴുവൻ ദേഷ്യവും ഈർഷ്യയും കാണിച്ച് നടക്കുക. വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ? അന്ന് അവരെ അவ்விധത്തിലുള്ളൊരു കോഴ്സിന് ചേർക്കുവാൻ കഴിഞ്ഞില്ല, അങ്ങനെയുള്ള സ്ഥലത്ത് പഠിപ്പിക്കുവാൻ കഴിഞ്ഞില്ല, അങ്ങനെയുള്ളിടത്ത് എത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇനി എന്താ കാര്യം അല്ലേ? അവരറിഞ്ഞോ അറിയാതെയോ പലതും നഷ്ടപ്പെട്ടു പോയി.
അവർ നഷ്ടപ്പെടുത്തി, അവരുടെ യൗവനത്തെ അവർ നഷ്ടപ്പെടുത്തി. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിപ്പെട്ട് കൂട്ടുകെട്ടുകളിൽ പെട്ട് പിടിക്കപ്പെട്ട് അവർ നഷ്ടപ്പെടുത്തി. നീ കൊതിക്കുന്നുണ്ട് ഒരു ചാൻസ് കൂടെ എൻ്റെ മക്കൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ. ഇന്ന് അവർക്കറിയാം അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ച, പക്ഷേ ഒരു ചാൻസ്. സാഹചര്യം മാറി, ആ അവസ്ഥയൊക്കെ മാറിപ്പോയി. ഇനിയൊരു അവസരം. ശരീരത്തിലേക്ക് നോക്കിയേ, ഇനിയൊരു അവസരം. പഴയതുപോലെ ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ കഴിയുന്ന സഹോദരി, വേദനയല്ലേ? രാവിലെ എഴുന്നേൽക്കുവാൻ കഴിയുന്ന, മക്കളുടെ കാര്യം നോക്കുവാൻ കഴിയുന്ന, ഭർത്താവിൻ്റെ കാര്യം നോക്കുവാൻ കഴിയുന്ന ആ അവസ്ഥ മാറി. ശരീരം വല്ലാതെ ബലഹീനമായിരിക്കുന്നു. രോഗത്തിൻ്റെ കരാളഹസ്തങ്ങളാൽ പിടിക്കപ്പെട്ട് അയ്യോ, ഉറങ്ങുന്നത് തന്നെ ഒരു നേരത്തെ വേദനയാണ്. ആ വേദന ശമിച്ചിട്ട് വേണ്ടി ഒന്ന് ഉറങ്ങാൻ. ഉറക്കത്തെ പോലും തടസ്സപ്പെടുത്തുന്ന വേദന. ആദ്യമൊക്കെ മരുന്ന് കഴിച്ച് ഗുളിക വിഴുങ്ങി കുറച്ചൊക്കെ മുൻപോട്ട് പോകുവാൻ കഴിയുമായിരുന്നു. വേദനയെ തടഞ്ഞു വയ്ക്കുവാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അതിനും കഴിയുന്നില്ല. ഇനി ഒരിക്കലും എൻ്റെ കാര്യങ്ങൾ നോക്കുന്ന, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ നോക്കുന്ന അങ്ങനെ ഒരു മാതാവായി, ഭാര്യയായി, ഭർത്താവായി, മകനായി, മകളായി എനിക്ക് മാറുവാൻ കഴിയത്തില്ല. ഇനിയൊരവസരം കൊതിക്കുന്നുണ്ട്, ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ശരീരം വീക്കാണ്, പറ്റത്തില്ല. ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആരാധിക്കുവാനും. പക്ഷേ ഇനിയൊരവസരം കിട്ടിയിട്ട് പോയില്ലേ? നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു. പ്രാർത്ഥിച്ചു പ്രാപിച്ചെടുക്കേണ്ടതൊന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. ആ വേദനയുണ്ട്. ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ആ സാഹചര്യമെല്ലാം പോയി. ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കടക്കാരനായി കടക്കാരിയായി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിഞ്ഞ് ഇങ്ങനൊരു നശിച്ച നരക ജീവിതം എനിക്കുണ്ടാകത്തില്ലായിരുന്നു. അതറിയത്തില്ല. ഏതൊക്കെ വഴികളിൽ നന്മകൾ ചിതറിപ്പോയി, കടം വാങ്ങിയതാണെന്ന് പോലും ചിന്തിക്കാതെ ചിലവഴിച്ചു, ദൂർത്തടിച്ചു, പലരുടെയും വാക്ക് വിശ്വസിച്ചു. ഇന്നാണെങ്കിൽ ഒരവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഇല്ലേ? ആ വിധത്തിൽ പലരും ചിന്തിക്കുന്നുണ്ട്, ഒരവസരം കൂടെ കിട്ടിയിരുന്നു എങ്കിൽ. പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുന്ന, നിങ്ങളെപ്പോലെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുന്ന ഒത്തിരി പേരുടെ സങ്കടങ്ങളുടെ ഇടയിൽ അത് ഞാൻ വായിച്ചെടുക്കാറുണ്ട്. എനിക്കൊരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ ഇല്ലേ? നിങ്ങളുടെ ഉള്ളിലില്ലേ ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ? പക്ഷേ ലോകം അത് തരത്തുമില്ല. കിട്ടിയാൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയത്തുമില്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, ആശ നശിച്ച ഞങ്ങളുടെ കണ്ണുനീർ കാണുവാനാണോ നിങ്ങളിത് പറയുന്നത്? ഒരിക്കലുമല്ല പ്രിയരേ. നിങ്ങളിത് ലോകത്തിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ ലോകത്തിൽ നിന്ന് കേൾക്കാത്തത്, അറിയാത്തത്, അനുഭവിക്കാത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് പ്രവചിച്ചു പറയട്ടെ, എൻ്റെ ദൈവം നിങ്ങൾക്കൊരവസരം കൂടെ തരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം നിനക്കൊരവസരം കൂടെ തരും. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, കർത്താവ് നിങ്ങൾക്കൊരവസരം കൂടെ തരും. അയ്യോ ദൈവദാസനെ, ഒരവസരം കൂടെ കിട്ടിയാൽ സന്തോഷമാണ്. പക്ഷേ നിങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ, സാഹചര്യം മാറിപ്പോയി, അവസ്ഥ മാറിപ്പോയി. ഇനിയൊരവസരം കിട്ടിയിട്ട് അതേ സാഹചര്യം മാറാം, അവസ്ഥ മാറാം. അന്നത്തെ ആ നാളുകളിലെ പോലെ നിങ്ങൾ അല്ലായിരിക്കാം. എങ്കിലും ദൈവത്തിന് നിങ്ങൾക്കൊരവസരം തരുവാനും തുടങ്ങിയ പലതും പൂർത്തീകരിക്കുവാൻ കഴിയാതെ പകുതി വഴിയിൽ വിട്ടുകളഞ്ഞ, ഇന്നും പകുതി വഴിയിലായിരിക്കുന്ന പലതിനും പൂർത്തീകരണം വരുത്തുവാനും ചെയ്യുവാൻ കഴിയാതെ പോയത് ഒരിക്കൽ കൂടി ചെയ്തു പൂർത്തിയാക്കുവാനുള്ള അവസരം തരുവാനും കഴിയും. ആർക്ക് ആ അവസരം കിട്ടി? വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ ഔവിധത്തിലുള്ള അവസരങ്ങളെ ദൈവം അവർക്ക് കൊടുത്തതായി കാണുവാൻ കഴിയും. ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ഔവിധത്തിൽ ഒരവസരം കിട്ടിയ ഭക്തനായ മോശയുടെ ജീവിതമാണ്. നോക്കൂ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ മനോഹരമായി, അനുഗ്രഹീതമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. വടിയെടുത്ത് നീട്ടി. ആരോട്? ആര് പറയുന്നു? മോശയോട്. സർവശക്തനായ ദൈവം പറയുന്നു, മോശേ, നീ കൈ നീട്ടുക, നിന്റെ പിന്നാലെ ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടെ എന്ന പോലെ കടലിന് മധ്യത്തിലൂടെ അപ്പുറത്ത് പോകും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവദാസനെ,
ഇതൊരു ദൈവപ്രവൃത്തിയാണല്ലോ. ഇതിലെവിടെയാണ് ഒരിക്കൽ കൂടി അവസരം കിട്ടിയ ആ ഭക്തൻ്റെ സന്തോഷം കാണുവാൻ കഴിയുന്നത്? നോക്കൂ, അതേ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ മോശ തൻ്റെ ജനത്തെ, തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ച് അവരെ ഉപദ്രവിക്കുന്ന ഒരു മിസ്രീമ്യനെ തല്ലിക്കൊല്ലുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനെ കൊന്നു. എന്തിനു വേണ്ടി? തൻ്റെ സഹോദരന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി. എന്നാൽ സഹോദരന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി മിസ്രീമ്യനെ കൊന്ന മോശ തൻ്റെ പ്രാണൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടിപ്പോകുന്നത് തുടർന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. മോശ ഒരു പ്രവൃത്തി ചെയ്തു, അത് പരാജയപ്പെട്ടു. അതേ, നിങ്ങളെപ്പോലെ മോശ ഒരു കാര്യം ചെയ്തു, താൻ ആഗ്രഹിച്ച് ഒരു കാര്യം ചെയ്തു, തനിക്കൊപ്പമുള്ളവരുടെ രക്ഷയ്ക്കായി ഒരു കാര്യം ചെയ്തു, തൻ്റെ വാഗ്ദത്തം തിരിച്ചറിഞ്ഞ് ഒരു കാര്യം ചെയ്തു, അത് പരാജയപ്പെട്ടു പോയി. അതേ, പലതും പരാജയപ്പെട്ടു പോയി. ജോലിക്ക് കടന്നുപോയി, ജോലി കിട്ടി, പക്ഷേ ആഗ്രഹിച്ചതുപോലെ ഇന്നും ഒരു വീടില്ല, വാടക വീട്ടിലാണ് കിടക്കുന്നത്. അല്ലേ സഹോദര സഹോദരി? വാഗ്ദത്തമായിരുന്നു. ആമേൻ. അവിടെ പോയാൽ ആ ജോലി ചെയ്താൽ, ആ കാര്യം ചെയ്താൽ ആണേ വാഗ്ദത്തമായിരുന്നു. പക്ഷേ പറ്റിയില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ, ഓടിപ്പോകേണ്ട അവസ്ഥ. എന്നാൽ വചനം പറയുന്നു, അതേ മോശയുടെ നീട്ടപ്പെട്ട കൈക്ക് പിന്നാലെ 30 ലക്ഷം ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മറുകരെ പോയി. നിനക്കൊരവസരം കൂടെയുണ്ട്. ഇന്നലകളിൽ പരാജയപ്പെട്ട ആ സ്ഥാനത്ത് ജയാളിയായി നിൽക്കുവാൻ ദൈവം നിനക്കൊരു അവസരം കൂടെ നൽകും. എവിടെ നിന്ന് നീ പരാജയപ്പെട്ട് ഓടിപ്പോയോ അവിടേക്ക് നിന്നെ തിരികെ കൊണ്ടുവന്ന് നിർത്തി മാനിക്കുന്ന ഒരു ദൈവം. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദര സഹോദരി, എവിടെ നിന്നാണോ നീ ഓടിക്കപ്പെട്ടത്, സ്തോത്രം, യേശുവിൻ നാമത്തിൽ അവിടെ നിന്നെ തിരികെ കൊണ്ടുചെന്ന്, ആ രാജ്യത്ത് നിന്നെ തിരികെ കൊണ്ടുചെന്ന്, ആ സ്ഥാപനത്തിൽ നിന്നെ തിരികെ കൊണ്ടുചെന്ന്, ആ തൊഴിലിടത്തിൽ നിന്നെ തിരികെ കൊണ്ടുചെന്ന് നിർത്തി മാനിക്കുന്ന ഒരു ദൈവം, ഒരവസരം കൂടെ യേശുവിൻ നാമത്തിൽ ഒരവസരം കൂടെ നൽകുന്ന ഒരു ദൈവം. ആ അവസരത്തിന് പല പ്രത്യേകതകളുമുണ്ട്. കേൾക്കണമേ. മോശ ആദ്യം ചെയ്തത് തൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചാണ്. ഫലമോ ഓടിപ്പോകേണ്ടി വന്നു. രക്ഷിക്കുവാൻ വേണ്ടി ചെയ്തു, ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടേണ്ടി വന്നു. 2 സഹോദരന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്തു, പക്ഷേ നടന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മോശ തനിക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയപ്പോൾ 30 ലക്ഷം മോശയുടെ പിന്നാലെ രക്ഷയിലേക്ക്. താങ്ക് ഗോഡ്. അടിമക്കൂട് പൊളിച്ച് പുറത്തേക്ക്. ഇന്നലകളിൽ സംഭവിച്ചതല്ല, ഇന്നലകളിൽ നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്ത് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തതല്ല. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അതേ എൻ്റെ കർത്താവ് തരുന്ന അവസരം നീ പ്രയോജനപ്പെടുത്തുമ്പോൾ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ നിന്റെ സ്വപ്നങ്ങൾക്കും നിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ളത് സംഭവിക്കുവാൻ പോകുക. നീ എന്താഗ്രഹിച്ചാണോ, സ്തോത്രം, ആ തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങിപ്പോയത്, ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറം നൽകി എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. എന്തു സ്വപ്നം കണ്ടാണോ നീ കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ചത്, അതിലപ്പുറമായുള്ളത് നൽകി എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. ആ തൊഴിലിട മുഖാന്തരം നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി ഒരവസരം കൂടെ എൻ്റെ കർത്താവ് നിനക്ക് തരിക. താങ്ക് ഗോഡ്. ദേവദാസനെ, ഇനിയൊരു അവസരം കിട്ടിയിട്ട് എന്ത് കാര്യം? എനിക്കത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമോ? കാരണം എന്താ? എൻ്റെ നല്ല സമയം മുഴുവൻ പോയി, എൻ്റെ യൗവനം നഷ്ടപ്പെട്ടു. 40 മോശ പരാജയപ്പെട്ടു. 80 ദൈവം അവനൊരവസരം കൂടെ കൊടുത്തു. 40 യൗവനം പോയി, ചുറുചുറുക്ക് പോയി. പക്ഷേ ആമേൻ, സ്തോത്രം, ആ അവസരം പ്രയോജനപ്പെടുത്തുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. കാരണം ആ അവസരം ദൈവം കൊടുത്തതാണ്. നിനക്കൊരവസരം കൂടെ എൻ്റെ കർത്താവ് തരിക. നിൻ്റെ ഭർത്താവിനൊപ്പം നിൻ്റെ മക്കൾക്കൊപ്പം സന്തോഷമായി ജീവിക്കുവാനുള്ള ഒരു അവസരം കൂടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം, ആമേൻ. സഹോദര, നിനക്കൊരവസരം കൂടെ എൻ്റെ കർത്താവ് തരിക. നിൻ്റെ ഭാര്യയ്ക്കൊപ്പം നിൻ്റെ മക്കൾക്കൊപ്പം സന്തോഷമായി ജീവിക്കുവാനുള്ള ഒരു അവസരം കോടതിക്ക് തരുവാൻ കഴിയാത്തത്, മീഡിയേഷൻ റൂമിൽ നിന്ന് കിട്ടാത്തത്, നിൻ്റെ ബന്ധുക്കൾക്ക് നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയാത്ത അവസരം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. ആമേൻ, ആമേൻ. കഴിഞ്ഞ നാളുകളിലൊക്കെ നീ ശ്രമിച്ചില്ല എന്നല്ല, ശ്രമിച്ചു പരാജയപ്പെട്ട സ്ഥാനത്ത്
എല്ലാം അവസാനിച്ചു എന്ന്. സ്തോത്രം. മോശയും അങ്ങനെ ചിന്തിച്ച് കാണണം. മരുഭൂമിയിലായി വലിയൊരു വീഴ്ച. ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവം വളർത്തിയവൻ അല്ലേ? പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിങ്ങളെ കർത്താവ് വളർത്തി, പലതും നിങ്ങളുടെ ജീവിതത്തിൽ നൽകി. പക്ഷേ അത് വച്ച് ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല. അതൊരു വല്ലാത്ത സങ്കടം അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പലരെക്കാളും ശ്രേഷ്ഠകരമായി കർത്താവ് നടത്തി. അടിമവേല ചെയ്യേണ്ടവനാ മോശ. പക്ഷേ കർത്താവ് കൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങളെ നൽകി. അല്ലേ സഹോദര? നിന്റെ കുടുംബ പശ്ചാത്തലം അനുസരിച്ചാണെങ്കിൽ സഹോദരി എങ്ങനെ കഴിയാനുള്ളവനാ? മറ്റുള്ളവരുടെ പഴിയും നിന്നയും ഒക്കെ കേട്ട്. പക്ഷേ ദൈവം നിന്നെ മാനിച്ചു. അർഹിക്കാത്ത പലതും, നീ പ്രതീക്ഷിക്കാത്ത പലതും നിന്റെ ജീവിതത്തിൽ നൽകി. കൊട്ടാരത്തിൽ മോശ വളർന്നതുപോലെ നീ വളർന്നു. പക്ഷേ നിന്റെ ലക്ഷ്യത്തിന് പൂർത്തീകരണം വരുത്തുവാൻ കഴിയാതെ, നീ ആഗ്രഹിച്ചത് പലതും പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ മോശ മരുഭൂമിയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതുപോലെ ഓടിപ്പോകേണ്ടി വന്ന അവസ്ഥ. അയ്യോ, ചിന്തിക്കുമ്പോൾ തന്നെ വേദനയാ. ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു സഹോദരി, സഹോദര. മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു, വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. മരുഭൂമിയിൽ അലയുകയാ. 40 വർഷം മരുഭൂമിയിൽ, 40 വർഷം കൊട്ടാരത്തിൽ ജീവിച്ചവൻ, ജീവിച്ച നാളുകളിലൊക്കെ ഉള്ള തീഷ്ണത. എൻ്റെ ജനത്തെ വിടുവിക്കണം, ഞാൻ വാഗ്ദത്ത സന്തതിയാണ്, എൻ്റെ ജനത്തെ വിടുവിക്കുവാനുള്ളവനാണ്, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയായി എനിക്ക് മാറണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരൊപ്പണം അല്ലേ? കൊതിയും ആഗ്രഹമൊക്കെ അതായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അടുത്ത 40 വർഷം മരുഭൂമിയിൽ, നീണ്ടൊരു കാലഘട്ടം മരുഭൂമിയുടെ അനുഭവത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത, എന്തിനിങ്ങനെ ഒരു ജീവിതമെന്ന് പോലും ചിന്തിച്ച് നോക്കിയേ. മോശ മരുഭൂമിയിൽ അലയുകയാ. ഇതൊരു വടിയും തോൽച്ചെരുപ്പും, വല്ലാത്തൊരവസ്ഥ. ഒരു വടിയും ഒരിടയൻ്റെ വേഷവും. എന്നാൽ ദൈവം മോശയെ സന്ദർശിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, കർത്താവ് നിങ്ങളെ സന്ദർശിക്കുക. ഒരവസരം കൂടെ നിങ്ങൾക്ക് തരുവാൻ. സ്തോത്രം. കർത്താവ് നിങ്ങളെ വിസിറ്റ് ചെയ്യുക. ഓ താങ്ക് ഗോഡ്. ആ മരുഭൂമിയിൽ നിന്ന് പിന്നെയും എവിടെ നിന്നാണോ അട്ടി ഓടിക്കപ്പെട്ടത് അവിടേക്ക് തിരിച്ചു വരുത്തി നിന്നെ മാനിക്കുവാൻ കർത്താവ് നിന്നെ സന്ദർശിക്കുക. ആ ദൈവത്തിൻ്റെ ശബ്ദം നീ താങ്ക് ഗോഡ്, നീ കേട്ടുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിനക്കൊരവസരം കൂടെ കർത്താവ് തരിക, ഒരു ചാൻസ് കൂടെ കർത്താവ് തരിക. യെസ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി 40 ചെയ്യുവാൻ കഴിയാത്തത് 80 ചെയ്യുവാൻ തക്കവണ്ണം മോശയെ പ്രാപ്തനാക്കിയ ഒരു അവസരം. ഓ താങ്ക് ഗോഡ്. നിന്റെ ആരോഗ്യമുള്ള സമയത്ത്, സൗന്ദര്യമുള്ള സമയത്ത്, യൗവനം തുടിച്ചു നിന്ന സമയത്ത് ചെയ്യുവാൻ കഴിയാത്തത്, നല്ലൊരു ഭാര്യയായിരിക്കുവാൻ കഴിയാത്തത്, നല്ലൊരു ഭർത്താവായിരിക്കുവാൻ കഴിയാത്തത്, അതേ അവസരം എൻ്റെ കർത്താവ് തരിക. ഒരവസരം കൂടെ മാതാവേ, പിതാവേ, നിന്റെ മക്കൾക്ക് എൻ്റെ കർത്താവ് നൽകുക. എൻ്റെ ചോദ്യം ഇതല്ലേ, ഇനി അവസരം കിട്ടിയിട്ട് അവരെന്ത് ചെയ്യുവാൻ? കർത്താവ് കൊടുക്കുന്ന അവസരം, അതിന് തക്കവണ്ണം സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കും. അവർ ആയിരിക്കുന്ന മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരും. പരാജയത്തിൻ്റെ മരുഭൂമിയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരും. യെസ്, യേശുവിൻ നാമത്തിൽ നിൻ്റെ രക്ഷയാക്കി, നിൻ്റെ കുടുംബത്തിൻ്റെ തണലാക്കി, ആശ്രയമാക്കി എൻ്റെ കർത്താവ് അവരെ വളർത്തും. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ആമേൻ. അവർ ആയിപ്പോയ സ്ഥാനത്ത് നിന്ന് അവരെ മടക്കി വരുത്തും, അവരെ വളർത്തും. അവർ നിനക്ക് തണലും തണുപ്പുമായി മാറും. നിന്റെ തലമുറകളെ കർത്താവ് വളർത്തും. മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾക്ക് എൻ്റെ ദൈവം ഒരു അവസരം കൂടെ നൽകും. സഹോദര, ഇനിയും അവർക്ക് അവസരം നൽകും. അവസരങ്ങളുടെ വാതിലുകൾ കർത്താവ് ഇനിയും തുറന്നു നൽകും. ആ രാജ്യത്തിലേക്ക് കടന്നു പോകുവാൻ അവർ പ്രതീക്ഷിച്ച് സ്വപ്നങ്ങൾ നീ പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന ആ രാജ്യത്തേക്ക് കടന്നു പോകുവാൻ പിന്നെയും കർത്താവ് വഴികളെ തുറക്കും. റിജക്റ്റായി പോയ വിസയെക്കുറിച്ചോർത്ത് ഭാരപ്പെടേണ്ട, ലഭിക്കാതെ പോയ അഡ്മിഷനെ കുറിച്ചോർത്ത് നിരാശപ്പെടേണ്ട. എൻ്റെ യേശു നിനക്കൊരു അവസരം കൂടെ നൽകും. അതേ, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഒരവസരത്തെ കൂടെ എൻ്റെ കർത്താവ് നൽകും. അവിടെ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് പിന്നെയും അവർക്ക് അവസരത്തെ കൊടുക്കും. അയ്യോ, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല.
ആര് വിളിച്ചാലും മോശയ്ക്ക് കേൾക്കുവാൻ കഴിയത്തില്ല. മോശ മരുഭൂമിയിലാണ്. പക്ഷേ ദൈവം അവനോട് സംസാരിക്കുവാൻ ഇറങ്ങി വന്നു. സ്തോത്രം. നിന്റെ തലമുറകളോട് കർത്താവ് സംസാരിക്കുവാൻ പോകുക. ഓ സ്തോത്രം, ഓ സ്തോത്രം. ആ മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം നിന്റെ തലമുറകൾ അത് അനുഭവിക്കുവാൻ പോകുക. അവർ ആയിരിക്കുന്ന മരുഭൂമിയിൽ അവർ അത് കേൾക്കുവാൻ പോകുക. മാതാവേ, നിന്റെ കണ്ണുനീരിന് കാരണമായ ആ പിന്മാറ്റം, നിന്റെ തലമുറയുടെ പിന്മാറ്റം, അവിടെ നിന്ന് നിന്റെ കർത്താവ് നിന്റെ തലമുറയെ മടക്കി വരുത്തുക. ഓ യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ മകളെ മടക്കി വരുത്തുക. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിനകത്തേക്ക് അവളെ മടക്കി വരുത്തുക. പലരുടെയും വാക്ക് കേട്ട് നിന്നിൽ നിന്ന് അകന്നുപോയ നിന്റെ തലമുറയെ എൻ്റെ കർത്താവ് മടക്കി വരുത്തുക. ഒരവസരം കൂടെ നിനക്ക് തരിക. നിന്റെ മകൻ്റെ അമ്മയായി ജീവിക്കുവാനുള്ള ഒരു അവസരം. യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് ഒരവസരം കൂടെ തരിക. ആമേൻ. ആരോഗ്യത്തോടെ പിന്നെയും പുറത്തു പോകുവാൻ, ജോലി ചെയ്യുവാൻ, ആ രാജ്യത്ത് ആരോഗ്യത്തോടെ ജോലി ചെയ്ത് ജീവിക്കുവാൻ ഒരു അവസരം കൂടെ കർത്താവ് തരികയാണ്. ആമേൻ. നിന്റെ മക്കളുടെ കാര്യം നോക്കുവാൻ ഒരവസരം കൂടെ, ആ രോഗത്തിൽ നിന്നുള്ള വിടുതലോടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ രോഗത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക. ഇപ്പോൾ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുക. കർത്താവ് നിന്നെ സന്ദർശിക്കുക. ഒരവസരം കൂടെ നിനക്കുണ്ടാകുവാൻ. അമേൻ, ആമേൻ, ആമേൻ. ഒരവസരം കൂടെ നിനക്കുണ്ടാകുവാൻ എൻ്റെ കർത്താവ് നിന്നെ സന്ദർശിക്കുക. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ അമേൻ. സ്തോത്രം. നീ സൗഖ്യത്തോടെ പുറത്തു വരുവാൻ പോകുക. ഒരവസരം കൂടെ പ്രാർത്ഥിച്ച് നീ ആഗ്രഹിച്ചതൊക്കെ പ്രാപിക്കുവാനുള്ള ഒരവസരം, ഉപവസിക്കുവാനുള്ള അവസരം. അതേ, തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ശരീരത്തെ പണിത് ഇനിയും ഉപവസിക്കുവാൻ, ഇനിയും പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥിച്ച് പ്രാപിക്കുവാനുള്ളൊരു അവസരം. ഓ ആമേൻ, ആമേൻ. കർത്താവ് നിനക്കൊരവസരം കൂടെ തരിക. സ്തോത്രം. നിന്റെ ഭവനത്തിൽ നിന്ന് പിന്നെയും പ്രാർത്ഥന ഉയരുവാൻ പോകുക. നീ ദൈവത്തെ ആരാധിക്കുവാൻ പോകുക. ആരാധന മുടക്കി ഭാരത്തോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ നീ പിന്നെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോകുക. നീ കർത്താവിനെ ആരാധിക്കുവാൻ പോകുക. ആ നിരാശ മാറുന്ന അനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ മടക്കി വരുത്തുവാൻ പോകുക. എവിടെ നിന്നാണോ ആട്ടി ഓടിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ ചെയ്തത് പരാജയപ്പെട്ടു പോയത്, എവിടെയാണോ നിങ്ങൾക്ക് പെർഫോം ചെയ്യുവാൻ കഴിയാതെ പോയത്, എവിടെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്, അവിടേക്ക് നിങ്ങളെ മടക്കി വരുത്തി ഒരവസരം കൂടെ നൽകുന്ന കർത്താവ്, എൻ്റെ കർത്താവ് നിങ്ങൾക്കൊരവസരം കൂടെ നൽകുകയാണ്. സ്തോത്രം. 2 പേരെ രക്ഷപ്പെടുത്തുവാൻ കഴിയാത്തവൻ നല്ല സമയത്ത് 40-ാം വയസ്സിൽ കൊട്ടാരത്തിലെ സുഖസമൃദ്ധമായ ജീവിത സാഹചര്യങ്ങൾ അനുഭവിച്ച, മിഷ്ടാന ഭോജനം ഭക്ഷിച്ച മോശയ്ക്ക് 40-ാം വയസ്സിൽ കഴിയാത്തത് മരുഭൂമിയിലെ കഷ്ടതയുടെ മധ്യത്തിലായിരുന്ന 80 വയസ്സുള്ള വൃദ്ധനായ ആ മോശയിലൂടെ ചെയ്തെടുത്ത കർത്താവ്. നിന്റെ സാഹചര്യം നോക്കണ്ട, അവസ്ഥ നോക്കണ്ട, നിനക്കൊരവസരം കൂടെ നൽകും. ചെയ്തു പൂർത്തിയാക്കുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ ശക്തനാക്കും. നിന്റെ കൈക്ക് പിന്നാലെ സ്തോത്രം നീ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സന്തോഷവും സമാധാനവും സമൃദ്ധിയും അനുഭവിച്ച് പിന്നാലെ വരും, ഒപ്പം വരും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ കൂട്ടിവരുത്തുക. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാ മാസങ്ങളുടെ അവസാന ദിവസങ്ങളിലും പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിച്ച് ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരവസരം കൂടെ ലഭിക്കുകയും ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തി ആ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റുവാൻ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും കഴിയും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യുവാൻ കഴിയും. ഒരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിയുന്ന സാഹചര്യത്തിലാണെങ്കിൽ ആലയത്തിലേക്ക് കടന്നു വരിക. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കടന്നു വരിക. എന്നാൽ കണ്ടടച്ചോ, വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല പകൽക്കാലം. അപ്പോൾ ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ കൊതിച്ച് പ്രിയപ്പെട്ടവരായിരിക്കുന്നു. ഭയമുണ്ട് കർത്താവേ, കിട്ടിയാലും ഞാനിനി എങ്ങനെ, എനിക്കിനി എന്ത് ചെയ്യുവാൻ കഴിയും? അപ്പോൾ
മോശയ്ക്കൊരു അവസരം കൂടെ കൊടുത്ത് താൻ ആഗ്രഹിച്ചതിലും വലുത് ചെയ്തെടുക്കുവാൻ പ്രാപ്തനാക്കിയ കർത്താവെ, ഇവർക്കൊരവസരം കൂടെ അങ്ങ് കൊടുത്ത കൃപയ്ക്ക് യാസ്. ആമേൻ. തൊഴിലിടങ്ങളിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ, ജോലി സംബന്ധമായി സ്തോത്രം കഷ്ടത അനുഭവിക്കുന്നവർ, ജോലിയില്ലാതെ കരയുന്നവർ, അപ്പോൾ ആ നല്ല ജോലികളെ നൽകണമേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിൽ സംബന്ധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിലൂടെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം, സ്വന്തം ഭവനം, സ്തോത്രം, അതങ്ങനെ സംഭവിക്കട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ. ആ കാത്തിരിപ്പുകൾ കറുതിയാകട്ടെ. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുവാൻ കഴിയാത്തത് ഈ ദിവസങ്ങളിൽ ചെയ്യട്ടെ. ഇവരുടെ ആരോഗ്യത്തെ തിരികെ നൽകിയാട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് ഇവരെ തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. അപ്പാ, ഇവരെയൊക്കെ സൗഖ്യമാക്കിയാട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും വഴി മാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഉപരിപഠനം, മത്സര പരീക്ഷകൾ എഴുതി റിസൾട്ടുകൾക്ക് കാത്തിരിക്കുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. എക്സാമുകൾക്കായി ഒരുങ്ങുന്നവർ, എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ, നല്ല അഡ്മിഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകളും വിട്ടുമാറട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. കുടുംബ കോടതികൾ കയറിയിറങ്ങി കരഞ്ഞ് തളർന്നായിരിക്കുന്നവർ, ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ മടങ്ങി വരട്ടെ, ഭർത്താവ് മടങ്ങി വരട്ടെ. കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. സംശയങ്ങൾ മാറിപ്പോകട്ടെ. കലഹങ്ങൾ മാറിപ്പോകട്ടെ. ദൈവഹിതമല്ലാത്ത വ്യക്തികളുടെ ഇടപെടലുകൾ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ. എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ചിലത് ക്യാൻസൽ ആകട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കട്ടെ. ഇനി ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് കരുതിയ അവകാശം, ആ ഓഹരി ലഭിക്കട്ടെ. തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. നീതി വെളിപ്പെടട്ടെ. അനീതി മാറിപ്പോകട്ടെ. താങ്ക് ഗോഡ്. അനീതി പോകട്ടെ. യശോപാങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. വിദേശത്ത് ജയിലുകളിലായിരിക്കുന്നവർ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ മുഖാന്തരം നാട്ടിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, അപ്പാ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ. അങ്ങൊരു അവസരം കൂടെ നൽകണമേ. യേശോപ്പാ, അങ്ങൊരു അവസരം കൂടെ നൽകണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.